ലിവർ പെപ്പർ ഫ്രൈ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഒരു അടി കനമുള്ള നല്ല ഒരു ഉരുളി അടുപ്പിൽ വെച്ച് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ച മണമൊക്കെ മാറുന്നത് വരെ ഞാനിവിടെ ഇത് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് പൊടി. ഇനി ഞാനിവിടെ 1 കിലോ ലിവർ കഴുകി വൃത്തിയാക്കി വാരി വെച്ചത് ഞാനിത് പൊടിക്കകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലിവർ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിൻ്റെ ഉളുമ്പ് സ്മെല്ലൊക്കെ മാറുന്നത് വരെ കഴുകിയെടുക്കണം. അതും കൂടി ഞാൻ ഈ പൊടിക്കകത്തേക്ക് മിക്സ് ചെയ്ത് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ളൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള വലിയ ജീരകം, കുറച്ച് ഉലുവയും ഒരു പിഞ്ച് നമ്മുടെ ഫ്ലേവറിന് വേണ്ടി മാത്രം നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 10 വെളുത്തുള്ളി അല്ലി ചതച്ചതും ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു കുഞ്ഞ് തക്കാളിയും കൂടി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് ഇളക്കി യോജിപ്പിച്ച് വേവിച്ചെടുക്കാം. ഇത് കുക്കറിലും വെക്കാവുന്നതാണ്, പക്ഷെ ഞാനത് പറയുന്നില്ല. ഏറ്റവും ടേസ്റ്റ് ഇതിങ്ങനെ ഈ അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കുന്നതാണ്. ഇതിനകത്തേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ പെപ്പർ പൗഡർ 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിന് ആവശ്യമായ പെപ്പർ നമുക്ക് ചേർക്കാവുന്നതാണ്. അതുകൂടി ചേർത്ത് ഞാനിവിടെ വീണ്ടും നന്നായി ഇളക്കി കൊടുക്കണം. നമ്മൾ നേരത്തെ ഒഴിച്ച വെള്ളം എല്ലാം ഇതിനകത്തേക്ക് അതെല്ലാം വറ്റി പോയിട്ടുണ്ട്. ഇവിടെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഞാനിവിടെ അടുപ്പിൽ വെച്ച് അടച്ച് വേവിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ എൻ്റെ ലിവർ ഈ പരുവത്തിലായിട്ടുണ്ട്. നല്ല മസാലയും വറ്റി അതിനകത്തേക്ക് പിടിച്ച് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് അടി പിടിക്കാതെ തന്നെ ശ്രദ്ധിച്ച് നമ്മളിതിങ്ങനെ വഴറ്റിയെടുത്തുകൊണ്ടേ ഇരിക്കണം. അത് അതിനകത്തേക്ക് നന്നായി പിടിച്ച് റെഡിയായി വരും. ഇനി ഞാനിതെല്ലാം 4 സൈഡിലേക്ക് മാറ്റിയിട്ട് അവിടെ ഇത്തിരി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് പിന്നെ ഞാനൊരു വലിയ സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിനകത്തേക്ക് ഈ വെളിച്ചെണ്ണയിൽ നടുക്ക് ഒഴിക്കുന്നതിനകത്തേക്ക് ഇട്ട് ഞാനൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് ആ സവോളയൊക്കെ ഒന്ന് ആ എണ്ണയ്ക്കകത്ത് വഴന്ന് കിട്ടാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനി അല്ലാതെ കട്ട് ചെയ്തിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഞാനിവിടെ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. സവോളയൊക്കെ ഒരുപാട് വെന്ത് പോകാതെ ഒരു ആവശ്യത്തിന് ഒന്ന് വഴന്ന് വരുന്ന രീതിയിലായതിനു ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. പിന്നെ മസാലയൊക്കെ ഇങ്ങനെ അടുക്കി പിടിക്കുന്നതൊക്കെ നമ്മൾ നന്നായി ഇളക്കി ഇതിനകത്തേക്ക് യോജിപ്പിച്ച് ചേർത്തെടുക്കണം. നമ്മുടെ ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു സവോളയും ഒരു ചെറിയ നാരങ്ങയും കൂടി കട്ട് ചെയ്ത് ഗാർണിഷ് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.